ബിഗ് ബോസ് മലയാളം സീസൺ 6 പ്രോമോ അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിലെയും പ്രധാന ചർച്ചാ വിഷയം നമ്മുടെ കണ്ണൻ ബായിയും അതേപോലെ തന്നെ പണപ്പെട്ടിയുമാണ് കേട്ടോ. കണ്ണൻ ബായിയുടെ ആ ഒരു ആക്രാന്തത്തെ പറ്റി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ടാവാം എല്ലാവരോടും. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഷെയ്ഖ് ഹാൻഡ് തരാനായിട്ട് അവൻ വന്നപ്പോൾ ഞാൻ കൈ കൊടുത്തില്ല എന്നൊക്കെ സിജോ പറയുന്നുണ്ട്. വളരെ ഗൗരവത്തോടെയാണ് സിജോ പറയുന്നത്. അതേപോലെ തന്നെ ജാസ്മിൻ പറയുന്നുണ്ട് മാസ് കാണിക്കാൻ പോയ പോലെയാണ് എനിക്ക് തോന്നിയത് എന്ന്. ഋഷി പറയുന്നുണ്ട് വളരെ സെൽഫിഷ് ആയ ഒരു തീരുമാനമായി പോയി, സായയുടെ കാല് പിടിച്ച് മാറ്റി നിർത്തിയിട്ട് പെട്ടി എടുത്തോണ്ട് പോകേണ്ട ആ ഒരു ഗതികേടൊന്നും നമുക്കില്ല എന്ന രീതിയിൽ എന്തോ ഋഷി പറയുന്നുണ്ട്. അപ്പൊ ലാലേട്ടൻ പറയുന്നു 10-20 ലക്ഷം വെക്കാനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ്, അത് പോയില്ലേ, മിസ്സായി പോയില്ലേ എന്ന രീതിയിലൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. സായി ഇത് ചെയ്യുമെന്ന് ഒരാൾക്ക് ഷുവർ ആയിരുന്നു, ഒരാൾക്ക് ഉറപ്പുണ്ടായിരുന്നു എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. വിഷ്വൽസ് സഹിതം ആ ഒരു ഡിസ്കഷൻ ക്ലിപ്പ് കാണിക്കാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിനകത്ത്. അങ്ങനെ ഒരു ക്ലിപ്പ് ഇല്ലാതെ ലാലേട്ടൻ ഇങ്ങനെ ഒരു കാര്യം പറയത്തില്ല. എന്തായാലും ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കണ്ണൻ ബായി എയറിൽ തന്നെയാണ്. ഇതിനെക്കുറിച്ചുള്ള നമ്മുടെ POV നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സായി അത് എടുത്തുകൊണ്ട് പോയ ദിവസം തന്നെ നമ്മൾ പറഞ്ഞതാണ്. എവിക്റ്റഡ് എന്നൊരു ടാഗ് ലൈന് വരാതിരിക്കാനായിട്ടാണ് പുള്ളി ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. കിട്ടിയ പൈസയും എടുത്തുകൊണ്ട് സായി ഓടിയത് അതുകൊണ്ടാണ്. ഇതാവുമ്പോൾ വോക്ക്ഡ് ഔട്ട് തന്നെ വരത്തുള്ളൂ, വോക്ക്ഡ് ഔട്ട് വിത്ത് മണി ബോക്സ്. ഇപ്പൊ ക്വിറ്റ് ചെയ്ത പോലെ തന്നെയാണ്, അതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഷോ ഡയറക്ടർ പ്രേക്ഷകരെ വെറുതെ പൊട്ടന്മാരാക്കാനൊന്നും നോക്കണ്ട കേട്ടോ. 7 ലക്ഷം വരെ കഴിഞ്ഞ തവണയൊക്കെ വെച്ചിട്ടുള്ളൂ. 10-20 ഒക്കെ വേറെ ലാംഗ്വേജസിലൊക്കെ ഉണ്ടായിട്ടുണ്ട്, മലയാളത്തിൽ ഒരിക്കൽ പോലും വെച്ചിട്ടില്ല. അതുകൊണ്ട് തള്ളുമ്പോ ഇത്തിരി മയത്തിലൊക്കെ തള്ളാനായിട്ട് ശ്രമിക്കണം. 5 ലക്ഷം വെച്ചത് ആരെങ്കിലുമൊക്കെ എടുക്കാനായിട്ട് തന്നെയാണ്. അത് എടുത്തോണ്ട് പോയി, ഇപ്പൊ ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഹിമാലയൻ തള്ളും തള്ളി ലാലേട്ടനെ പിടിച്ച് ഏറെ കയറ്റാനുള്ള ഡയറക്ടറുടെ ഒരു സൈക്കോളജിക്കൽ മൂവ് ആയിരുന്നു ഇത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ.